വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും മൂല്യങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായനത്തിന് തുടക്കമായി. എടവനക്കാട് നജാത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിംഗ്സ്, നോർത്ത് പറവൂർ. എടവനക്കാട് നജാത്തുൽ ഇസ്ലാം മദ്രസയിൽ 2026 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. 14-ാം വാർഡ് മെമ്പർ സജിത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ അടിത്തറമാകുന്നത് നമ്മുടെ മദ്രസകളിലും നമ്മുടെ വിദ്യാലയങ്ങളിലുമാണ്. ആ വിദ്യാലയങ്ങളിൽ നമ്മുടെ കൊച്ചുമക്കൾ നാളെയിലേക്ക് അവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ അവരുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെരുമാറുന്ന രീതി, അവരുടെ മര്യാദ, ഇതെല്ലാം അവർക്ക് പകർന്നു നൽകുന്നത് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം രക്ഷകർത്താക്കളും ചേർന്നുകൊണ്ടാണ്. മദ്രസ പ്രിൻസിപ്പൽ KS മെഹബൂബ് സ്വാഗതം ആശംസിച്ചു. നമ്മുടെ മദ്രസ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഒരു മതേതര രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. മതം ഇങ്ങനെ അടിച്ച് തലയിൽ കെട്ടുന്ന ഒരു സമ്പ്രദായത്തെ മതേതര സമ്പ്രദായമാണ്. മതം എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് മതേതര കാഴ്ചപ്പാടുള്ള ഒരു അക്ഷരമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ചടങ്ങിൽ എടവനക്കാട് മഹൽ പ്രസിഡന്റ് KS അബ്ദുൽ സലാം, മദ്രസ രക്ഷാധികാരി KM താരിഖ്, PTA പ്രസിഡന്റ് KM തൗഫീഖ് റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു. നമ്മുടെ നാട്ടിലെ ജനിക്കുന്ന ഒരു കുഞ്ഞു അള്ളാഹുവിനെ കുറിച്ചോ അല്ലെങ്കിൽ അവന്റെ ദീനിനെ കുറിച്ചോ അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് മദ്രസ വിദ്യാഭ്യാസം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മദ്രസ വിദ്യാഭ്യാസമാണ്. നജാത്തുൽ ഇസ്ലാം ട്രസ്റ്റ് ചെയർമാൻ AA മാമദു അധ്യക്ഷത വഹിച്ചു. മദ്രസ കൺവീനർ അബ്ദുൽ ജബ്ബാർ സമാപന പ്രസംഗം നടത്തി. പൊതുപരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ ടോപ്പറായ നജ്ഹ ഫാത്തിമയെ ചടങ്ങിൽ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നവാഗതരായ കുട്ടികളെ സ്നേഹപൂർവ്വം സ്വീകരിച്ച പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ചടങ്ങിനെ മാറ്റുകൂട്ടി. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, എടവനക്കാട്.